രാഹുൽ, ഇന്നിപ്പോൾ ശബരിമല വെർച്വൽ ക്യൂ വെബ്സൈറ്റിൽ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ ദേവസ്വം ബോർഡ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് അവസരം ഒരുക്കിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു ഉണ്ടായിരുന്നത് ആ സൈറ്റിലുള്ള ആ സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. നമുക്കറിയാം, സർക്കാർ അവലോകന യോഗത്തിൽ തീരുമാനിച്ചത് പ്രതിദിനം 80,000 പേർക്ക് ബുക്കിംഗ് എന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു സംശയങ്ങൾക്കിടയാക്കുന്നുണ്ടോ? 80,000 എന്നത് വെർച്വൽ ക്യൂ ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് കൂടി ചേർത്തുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ നടപ്പാക്കാനുള്ള ഒരു നീക്കമാണോ ഇത്? ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാര്യം നമ്മളെല്ലാം ഇതുവരെ വിശ്വസിക്കുന്നത് 80,000 പേരെ ഒരു ദിവസം കയറ്റുമെന്നും പിന്നീട് പ്രശാന്ത് സാർ അടക്കം പറയുന്നത് ആർക്കും ദർശനം കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരില്ലെന്നും. അപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ് അപ്രഖ്യാപിത സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുമെന്നാണ്. ഇപ്പോൾ 70,000 എന്ന വാർത്ത വരുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇത്തരം നെഗറ്റീവ് വാർത്തകൾ ഉണ്ടാക്കാതെ ഒരു മണ്ഡലകാലം കൊണ്ടുപോകുന്നതിലാണ് ഗവൺമെന്റിന്റെ കഴിവും ദേവസ്വം ബോർഡിന്റെ കഴിവുമെല്ലാം. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊരു ക്ലാരിറ്റി പല കാര്യങ്ങളിലും വന്നിട്ടില്ല. അത് ഭക്തജനങ്ങളുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്നൊരു ക്ലാരിഫിക്കേഷൻ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിയുന്നത്ര കൂടുതൽ ആൾക്കാർക്ക് ദർശനത്തിന്റെ സൗഭാഗ്യവും സമയവും നൽകണമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നതും അപേക്ഷിക്കുന്നതും.